റെസിഗ്നേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഒരു കാരണമുണ്ട് എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം പുതിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന നിലയിലാണ് LDF ഇപ്പം മുന്നോട്ട് പോകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി UDF തീരുമാനിക്കുകയും ആ നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. അതാണ് ഏറ്റവും വലിയ അപരാധം എന്ന നിലയിലാണ് ഇപ്പം ചിത്രീകരിക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ചിലരെല്ലാം ആ നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പാർട്ടി സഖാക്കളെ കൊലപ്പെടുത്തിയവരാണ് ഇവർ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ചരിത്രം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കേരളത്തിൽ ആദ്യമായി ഒരു MLA കൊല ചെയ്യപ്പെട്ടത് നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിയാണ്. കുഞ്ഞാലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉന്നയിച്ച വിഷയങ്ങൾ അത് കോൺഗ്രസ് ആയിരുന്നുവെന്നാണ്. പക്ഷേ അതേ കോൺഗ്രസുമായി CPM പിന്നീട് കൂട്ടുകൂടുകയും ഈ ആരോപണ വിധേയനായ വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ചരിത്രം നമുക്കാർക്കും മറക്കാൻ സാധിക്കുന്നതല്ല. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രാമന്തളി സഖാവ് ഒക്കെ കൊല ചെയ്യപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയരായ ആളുകളുമായി പിന്നീട് LDF കൂട്ടുകൂടുകയും യോജിച്ച പ്രവർത്തനം നടത്തുകയും മന്ത്രിസഭ രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട് എന്നത് നമുക്കെല്ലാം ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നെ CPM-ൽ നിന്ന് പുറത്താക്കിയതാണ്. UDF-ന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ CPM-ന് ഈ നിലയിലെല്ലാം ആകാമെങ്കിൽ CPM-ൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് ആ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്, അതിലെന്താ അപാകത എന്നത് ചൂണ്ടിക്കാണിക്കാൻ ഇവർ സന്നദ്ധമാകേണ്ടതുണ്ട്. പാർട്ടി അണികളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ആലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങളാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമങ്ങളുണ്ടാക്കാൻ, കുഴപ്പങ്ങളുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് കടക്കുന്നില്ല. അന്നൂരിൽ കണ്ടക്കോരമുക്കിൽ ഇന്നലെ രാത്രി ഞങ്ങളൊരു മതിൽ എഴുതുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി രാത്രി ഒരു 9:30-10 മണിയോടുകൂടിയാണ് ആ ചുമരെഴുത്ത് നടത്തിയത്. രാത്രി വളരെ വൈകി അത് മായ്ച്ചു കളഞ്ഞ് അവിടെ LDF-ന്റെ ചുമരെഴുത്ത് നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉടമയുടെ അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ആ ചുമരെഴുതിയത്. ഞങ്ങൾ എഴുതിയ ചുമര് മായ്ച്ച് മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് നടത്തുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ നിയമപ്രകാരം തെറ്റായ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ പരാതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നതാണ്. ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ സാധിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി
ഇനിയുള്ള നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.